ഓം ശരവണഭവായ നമഃ. ഷഷ്ടിവ്രതത്തെക്കുറിച്ച് ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിക്കുന്നത്. സുബ്രഹ്മണ്യ പ്രീതികരമായ ഈ വ്രതം അനുഷ്ഠിക്കുന്നവർ ഇക്കാലത്ത് ധാരാളമുണ്ട്. ഷഷ്ടിവ്രതത്തിനു പിന്നിലുള്ള കഥ ഇപ്രകാരമാണ്. ഒരിക്കൽ ശൂരപത്മാസുരനും സുബ്രഹ്മണ്യനും തമ്മിൽ ഘോരമായ ഒരു യുദ്ധമുണ്ടായി. മായാശക്തി കൊണ്ട് അസുരൻ തന്നെയും സുബ്രഹ്മണ്യ സ്വാമിയെയും ദേവകൾക്കും മറ്റുള്ളവർക്കും അദൃശ്യനാക്കി. ഭഗവാനെ കാണാതെ വിഷമിച്ച ശ്രീപാർവതിയും ദേവഗണങ്ങളും അന്നപാനാദികൾ ഉപേക്ഷിച്ച് വ്രതമനുഷ്ഠിച്ചു. തുലാമാസത്തിലെ ഷഷ്ടി നാളിൽ ഭഗവാൻ ശൂരപത്മാസുരനെ നിഗ്രഹിച്ചു. അതോടെ ഏവർക്കും സുബ്രഹ്മണ്യ സ്വാമിയെ കാണായി. ശത്രു നശിച്ചതായി കണ്ട ഏവരും ഷഷ്ടി നാളിൽ ഉച്ചയ്ക്ക് വ്രതം അവസാനിപ്പിച്ച് മൃഷ്ടാന്നം ഭുജിച്ചു. മറ്റൊരു കഥയും ഷഷ്ടിവ്രതവുമായി ബന്ധപ്പെട്ട് പ്രചാരത്തിലുണ്ട്. പ്രണവത്തിൻ്റെ അർത്ഥം പറഞ്ഞു തരണമെന്നാവശ്യപ്പെട്ട് സുബ്രഹ്മണ്യൻ ഒരിക്കൽ ഹംസവാഹിയായ ബ്രഹ്മാവിനെ തടഞ്ഞു നിർത്തി. ഞാൻ ബ്രഹ്മമാകുന്നു എന്ന ബ്രഹ്മാവിൻ്റെ മറുപടിയിൽ തൃപ്തനാകാതെ കുമാരൻ കയറുകൊണ്ട് ബ്രഹ്മാവിനെ വരിഞ്ഞു കെട്ടി. ഒടുവിൽ ശ്രീ പരമേശ്വരൻ തന്നെ കുമാരനെ ആശ്വസിപ്പിക്കുകയും കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു. തെറ്റു മനസ്സിലാക്കിയ സുബ്രഹ്മണ്യൻ പ്രായശ്ചിത്തമെന്നോണം ഒരു സർപ്പത്തിൻ്റെ വേഷം ധരിച്ചു. പുത്രൻ്റെ വൈരൂപ്യം തീർക്കാൻ ശ്രീ പാർവതി ശ്രീ പരമേശ്വരൻ്റെ ഉപദേശപ്രകാരം ഷഷ്ടിവ്രതം അനുഷ്ഠിക്കുകയും ഫലപ്രാപ്തിയിലെത്തുകയും ചെയ്തു. 9 വർഷങ്ങൾ കൊണ്ട് ശ്രീ പാർവതി 108 ഷഷ്ടിവ്രതം അനുഷ്ഠിച്ചു എന്നാണ് വിശ്വാസം. സൂര്യോദയാൽപരം 6 നാഴിക ഷഷ്ടിയുള്ള ദിവസമാണ് വ്രതമനുഷ്ഠിക്കേണ്ടത്. വെളുത്ത പക്ഷത്തിലെ പഞ്ചമി നാൾ ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ച് സുബ്രഹ്മണ്യ ഭജനവുമായി കഴിയണം. ഷഷ്ടി നാളിൽ പ്രാതസ്നാനാനന്തരം സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം, സുബ്രഹ്മണ്യ പൂജ മുതലായവയ്ക്കു ശേഷം ഉച്ചയ്ക്ക് പാരണ കഴിക്കാം. ഉദ്ദിഷ്ടകാര്യസിദ്ധിക്ക് വിധിപ്രകാരമുള്ള ഷഷ്ടി വ്രതാനുഷ്ഠാനം അതീവ ഫലപ്രദമാണെന്നാണ് അനുഭവം. സന്താന സൗഖ്യം, സർപ്പദോഷശാന്തി, ത്വക് രോഗശാന്തി ആദിയായവയ്ക്കും ഈ വ്രതം അനുഷ്ഠിക്കാറുണ്ട്. വൃശ്ചിക മാസത്തിൽ ആരംഭിച്ച് തുലാമാസത്തിൽ അവസാനിക്കുന്ന വിധത്തിലും 9 വർഷങ്ങൾ കൊണ്ട് 108 ഷഷ്ടി എന്ന നിലയിലും വ്രതമനുഷ്ഠിക്കാറുണ്ട്. 1-ാം സംവത്സരത്തിൽ പാൽപ്പായസവും, 2-ാം സംവത്സരത്തിൽ ശർക്കര പായസവും, 3-ാം സംവത്സരത്തിൽ വെള്ള നിവേദ്യവും, 4-ാം സംവത്സരത്തിൽ അപ്പവും, 5-ാം സംവത്സരത്തിൽ മോദകവും, 6-ാം സംവത്സരത്തിൽ പശുവിൻ പാലും, 7-ാം സംവത്സരത്തിൽ ഇളനീരും, 8-ാം സംവത്സരത്തിൽ പാനകവും, 9-ാം സംവത്സരത്തിൽ 7 മണി കുരുമുളകും എന്നിങ്ങനെയാണ് പ്രസ്തുത വ്രതവിധി. അമാവാസി മുതൽ ഷഷ്ടി വരെയുള്ള ദിവസങ്ങളിൽ തുടർച്ചയായി വ്രതമനുഷ്ഠിച്ച് വിധിപ്രകാരമുള്ള പദാർത്ഥങ്ങൾ മാത്രം ഭക്ഷിച്ച് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ തന്നെ ആ ദിവസങ്ങളിൽ താമസിച്ച് അനുഷ്ഠിക്കുന്ന കഠിന ഷഷ്ടിയും ചില ഭക്തജനങ്ങൾ നോക്കാറുണ്ട്. ജാതകത്തിൽ ചൊവ്വ ഓജരാശിയിൽ നിൽക്കുന്നവർ ആ ദശാകാലത്തും ചൊവ്വാദോഷശാന്തിക്കുമായി സുബ്രഹ്മണ്യ ഭജനമാണ് നടത്തേണ്ടത്. ഇങ്ങനെയുള്ളവർ ഷഷ്ടിവ്രതം അനുഷ്ഠിക്കുന്നത് അത്യധികം ഫലപ്രദമായിരിക്കും.